ഏവർക്കും സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. ലാലേട്ടൻ്റെ ദൃശ്യം 3 സിനിമ അങ്ങനെ സിനിമയുടെ 22ാം ദിനമായ വ്യാഴാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഇന്ന് സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് മികച്ച കളക്ഷൻ തന്നെയാണ്. ഇന്ന് സിനിമയ്ക്ക് പ്രീ സെയിൽ കളക്ഷനെ വന്നിരിക്കുന്നത് 25 ലക്ഷം രൂപയോളമാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമയ്ക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കളക്ഷൻ 60 ലക്ഷം രൂപയോളമാണ്. സിനിമയുടെ ഇന്നലെ വരെയുള്ള കേരള കളക്ഷനിൽ കടക്കുമ്പോൾ സിനിമയ്ക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സിനിമ ഇന്നലെ കേരളത്തിൽ നിന്ന് 60 ലക്ഷം രൂപയോളമാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ സിനിമയുടെ ഇന്നലെ വരെയുള്ള കേരള കളക്ഷൻ 87 കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ ഇന്നലത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടി ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 241 കോടി രൂപ കടന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമ ഇന്നലെ ഈ വീക്കെൻഡിൽ തന്നെ മികച്ച കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ദൃശ്യം 3 സിനിമ 3 സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. അതിലെ ഒരു സിനിമയുടെ ആണ് ലാലേട്ടൻ്റെ പുലിമുരുകൻ എന്ന സിനിമയാണ്. സിനിമയുടെ കേരള കളക്ഷനാണ് സിനിമ മറികടന്നിരിക്കുന്നത്. പുലിമുരുകൻ്റെ കേരള കളക്ഷൻ 85 കോടി രൂപയോളമായിരുന്നു. അത് സിനിമ മറികടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കഴിഞ്ഞ വർഷം റിലീസായ എമ്പുരാൻ എന്ന സിനിമയുടെ കേരള കളക്ഷനാണ് 86 കോടി രൂപയോളമാണ്. അത് സിനിമ മറികടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഷറും ടീമും ഒന്നിച്ചെത്തിയ ഈ വർഷം റിലീസായ സിനിമയാണല്ലോ വായ 2. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനാണ് സിനിമ ഇപ്പോൾ തൂക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 236 കോടി രൂപയോളമാണ്. അതാണ് സിനിമ ഇപ്പോൾ തൂക്കിയിരിക്കുന്നത്. സിനിമയുടെ ഇന്നത്തെ കളക്ഷനോട് കൂടി കേരള കളക്ഷൻ 88 കോടി കടത്ത് എത്തുന്നതായിരിക്കും. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 241 കോടിക്ക് മുകളിൽ എത്തുന്നതായിരിക്കും. സിനിമയ്ക്ക് ഇനി വരുന്ന ദിവസം നിർണായകമാണ്. സിനിമ എപ്പോൾ 250 കോടി ക്ലബ്ബിൽ എത്തുമെന്ന് നമുക്ക് വേഗത കണ്ടറിയാം. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ സിനിമ 250 കോടി അടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.